ദേ കോൾ ഹിം OG. പവർ സ്റ്റാർ പവൻ കല്യാൺ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം. അതിലുപരി അതൊരു സുഗീത് സിനിമയാണ്. സാഹോയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഒരു സിനിമയാണ്, ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്. കാര്യം ഇമ്രാൻ ഹാഷ്മിയാണ് അതിനകത്തൊരു വില്ലൻ ക്യാരക്ടറൊക്കെ ചെയ്യുന്നത്. അതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്ക് ആദ്യം കാണാം. ഒരു പാൻ ഇന്ത്യൻ പടമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. RRRന്റെ പ്രൊഡ്യൂസേഴ്സാണ്. ഇതെന്താ ഇത്? അർജുൻ ദാസ് ഒരു മെയിൻ ക്യാരക്ടറാണ്. സ്റ്റൈലിഷ് മേക്കിംഗ് ആണ്. ഇമ്രാൻ ഹാഷ്മി ആക്ച്വലി BGM തമൻ പടച്ചിട്ടുണ്ട്. ശ്രീയ ഈ ഒരു ട്രെയിലറിന്റെ ഇത്രയും പോർഷൻ വെച്ചിട്ട് അതൊരു ടിപ്പിക്കൽ ഒരു തെലുഗു പടം ഫീലാണ്. പുള്ളിക്കാരി ഉണ്ടല്ലോ, ആ വാളാന്ന് തോന്നുന്നു അതിനകത്ത് മെയിൻ ഒരു ഇത് ചെയ്യുന്നത്. എല്ലായിടത്തും ഉണ്ടത്. ആ ഒരു ഫൈറ്റ് സീനായിരിക്കും. കാറ് ബോംബെ വസ്തുന്ന. പുള്ളി പവൻ കല്യാണിന്റെ സ്ക്രീൻ പ്രസൻസ് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല, അത് വേറെ ലെവലാണ്. ബാക്കിയുള്ളതൊക്കെ ട്രെയിലർ കട്ട് ചെയ്യാനല്ലോ. അതോ ഒറ്റ പൊന്നു. They call him OG. എന്തു പോയത്? വെടിവെപ്പോട് വെടിവെപ്പാണല്ലോ. ഓഹോ, പിന്നെ ഈ ഒരു പടം അനൗൺസ് ആയി കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ഏറ്റവും വലിയ റൂമർ, അത് ഇപ്പോഴും റൂമറാണെന്ന് തോന്നുന്നു, ഇതിനകത്ത് പ്രഭാസ് ഒരു കെമയോയിൽ വരുന്നുണ്ടെന്നാണ്. അറിയില്ല, അത് റൂമറായിട്ട് തന്നെ തുടരാണ്. പക്ഷെ അതിനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. പക്ഷെ ട്രെയിലറിനെ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു സുഗീത് എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് ശേഷം, സാഹോ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം അദ്ദേഹം കുറെ നാൾക്ക് ശേഷമാണ് ഈ ഒരു പടം വരുന്നത്. അനൗൺസ് ഒക്കെ ചെയ്തിട്ട് കുറെ നാളായിരുന്നു. പക്ഷെ ഇതെനിക്കൊരു ടിപ്പിക്കൽ ഒരു തെലുഗു പടം, തെലുഗു ഓഡിയൻസിന് വേണ്ടിയിട്ട് പവൻ കല്യാണെ സ്ക്രീനിൽ കാണിക്കുന്ന രീതിയിൽ ഒരു പടം എടുത്തു വെച്ചിരിക്കുന്ന പോലെ മാത്രമാണ് എനിക്ക് തോന്നിയത്. അതല്ലാതെ എൻ്റെ അപ്പുറത്തോട്ടൊരു പിന്നെ സ്റ്റൈലിഷ് ആയിട്ടാണ് സുഗീത്. ഇപ്പം സാഹോ എന്ന് പറയുന്ന സിനിമയെ പറ്റി നമുക്ക് ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നെഗറ്റീവ്സ് ആണ് കൂടുതൽ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞെങ്കിലും, സാഹോ എന്ന് പറയുന്ന ഒരു പടം ഇന്ത്യൻ ബജറ്റിൽ വെച്ച് അത് അദ്ദേഹം പുൾ ഓഫ് ചെയ്യുന്നു. എസ്പെഷ്യലി അതിൻ്റെ ഒരു ക്ലൈമാക്സ് ജെറ്റ്മാനെയൊക്കെ എടുത്തങ്ങോട്ട് മാറ്റി വെച്ചാൽ പോലും അത് കൺസീവ് ചെയ്തിരിക്കുന്നത് അത് ഇച്ചിരി പാടാണ്. ഇപ്പോൾ ഒരു ഡയറക്ടറിന്റെ വിഷൻ അനുസരിച്ച് അത് കുറച്ച് പാടുള്ള കാര്യമാണ്. ഒരു ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പോകുമെന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ ബജറ്റിൽ അത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം പാടുള്ള പരിപാടിയായിരുന്നു. അത് അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സോ നല്ലൊരു കിടിലൻ സ്റ്റൈലിഷ് മേക്കിംഗ് ആണ് സുഗീതിൻ്റെത്. സോ പവൻ കല്യാണിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയം അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ട് ഒരു കണ്ണൊക്കെ കാണിക്കുക എന്ന് പറയുന്നത് തന്നെ നല്ല സ്ക്രീൻ പ്രസൻസ് ആണ് അദ്ദേഹം. സോ ആ ഒരു സാധനത്തിനെ സ്റ്റൈലിഷ് ആയിട്ട് കാണിക്കുക എന്നുള്ളതായിരിക്കണം OG എന്ന് പറയുന്ന ആ ഒരു സിനിമ വെച്ചിട്ട് സുഗീത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇമ്രാൻ ഹാഷ്മി സൗത്തിലേക്ക് വരികയാണ്. എന്താ പറയാ, ടൈഗർ 3 എന്ന് പറയുന്ന സിനിമയ്ക്ക് അത് അദ്ദേഹം ഒരു വില്ലനായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതത്ര ഒരു വലിയ സംഭവമായിട്ടുള്ളതല്ല. എന്നാൽ പോലും ഈ ഒരു പടത്തിലും ഒരു ടിപ്പിക്കൽ വില്ലൻ സെറ്റപ്പ് അല്ലാതെ എന്തൊക്കെയാണെന്നുള്ളതാണ് ഒരു ചലഞ്ചിങ് എന്ന് പറയുന്നത്. എനിക്കിത് ഒരു ടിപ്പിക്കൽ ഒരു തെലുഗു പടമായിപ്പോയി. ഇത് ഭയങ്കരമായിട്ട് എൻ്റെ പാട്ടുകൾ ഇറങ്ങുമ്പോൾ പോലും ഒരു നോൺ തെലുഗു ആൾക്കാർ പോലും ഇത് അവൈറ്റ് ചെയ്യുന്നൊരു പടമായിരുന്നു. പക്ഷേ ഇതിന്റെ ട്രെയിലർ കണ്ടിട്ട് എനിക്കൊരു പരിധിക്കപ്പുറത്തോട്ട് അതൊരു തെലുഗു ഫ്ലേവറിൽ നിന്ന് വിട്ടുപോകാത്ത പോലെ തോന്നി. പക്ഷേ ആ ഒരു
കട്ടാന എന്ന് പറയുന്ന ആ ഒരു വാള് വെച്ചുള്ള ഫൈറ്റ് ഒക്കെ ചിലപ്പം അടിപൊളിയായിരിക്കും. എസ്പെഷ്യലി ആ ഒരു ചൈനീസ് ജപ്പാനീസ് ഒരു സെറ്റപ്പിലുള്ള ഒരു എന്തോ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് അതിന്റെ ഫോണിന്റെ ഒക്കെ ഒരു ഇതുണ്ട്. അപ്പം എന്താണെന്നുള്ളത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ തമൻ, ഓഫ് കോഴ്സ് തമൻ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ സോങ്ങുകളെല്ലാം റീസെന്റ് ഇറങ്ങിയ പാട്ടുകളെല്ലാം അത്യാവശ്യം ഒരു ഹിറ്റുകളായിരുന്നു. ഒരു പടത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തമൻ, പിന്നെ അദ്ദേഹത്തിന്റെ ഒരു രീതിയിലുള്ള പാട്ടുകളും BGM ഒക്കെ തന്നെയാണ്. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഒരു വേർഷൻ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ പടത്തിനെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഇതും തമനുണ്ട്. ഒരു BGM ഇത് കേൾക്കാനും ഉണ്ട്. സോ എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു ടിപ്പിക്കൽ തെലുഗു പടത്തിന്റെ അല്ലാതെ ഒരു എല്ലാ ഓഡിയൻസിനും, എല്ലാ നാട്ടിലുള്ള മീൻസ് എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ ഓഡിയൻസിനും കണക്ട് ആവുന്ന രീതിയിലൊരു ഗ്യാങ്സ്റ്റർ പടമാണെങ്കിൽ ഇത് വേറെ റേഞ്ച് ആയിരിക്കും. നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം പറയാം.